എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തനി നാടൻ ബീഫ് കറിയാണ്. ഈ ഒരു ബീഫ് കറി എൻ്റെ അമ്മ ഉണ്ടാക്കാൻ പഠിപ്പിച്ചതാണ്. പണ്ട് കാലത്തൊക്കെയും നമ്മുടെ അമ്മമാര് നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന കറികളിൽ ഒന്നാണ്. വളരെ സ്വാദിഷ്ടമായ ഈ ഒരു കറിയിലേക്ക് മുളക് പൊടിയുടെ അളവാണ് കൂടുതൽ ചേരുന്നത്. ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ അത്രയും സ്വാദുള്ളൊരു കറി കൂടിയാണ്. എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കറിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കല്ലേ കൂട്ടുകാരെ. അതുപോലെ നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ബീഫ് കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 2 കിലോ അളവിലാണ് ബീഫ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ കറി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള പീസുകളാണ് ആവശ്യമായിട്ടുള്ളത്. അല്പം നെയ്യും കുറച്ച് എല്ലുകളോടുകൂടിയുള്ള കഷ്ണങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ല സ്വാദ് കിട്ടുന്നത്. കഷ്ണങ്ങളെല്ലാം അല്പം വലുതാക്കിയാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. നമ്മളിന്ന് ബീഫ് വേവിച്ചതിന് ശേഷമാണ് കറി തയ്യാറാക്കി എടുക്കാനും പോകുന്നത്. ബീഫ് കഴുകി എടുക്കുന്നതിന് മുമ്പേ ആയിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായ ചേരുവകൾ കൂടി എടുത്ത് വെക്കാം. 2 കിലോ ബീഫിന് 1 കിലോ കൊച്ചുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും 3 ബോള് വെളുത്തുള്ളിയും ബീഫിലേക്ക് ചേർക്കാനായിട്ട് 3 പച്ചക്കായ കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. പച്ചക്കായ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഉരുളക്കിഴങ്ങും ചേർക്കാവുന്നതാണ്. കായ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കായ വേണം എടുക്കാനായിട്ടും. ഇനിയിപ്പോ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചുകൂടി എടുക്കണം. ഞാനിപ്പോ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാനായിട്ട് കൊച്ചുള്ളിയും സവാളയുമാണ് എടുത്തിട്ടുള്ളത്. കൊച്ചുള്ളി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ 5 സവാള എടുത്താൽ മതിയാകും. വെളുത്തുള്ളിയുടെ അളവാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്. ഇഞ്ചി ഇതുപോലൊരു ചെറിയ കഷ്ണം മതിയാകും. 2 കിലോ ബീഫിന് 5 സ്പൂൺ അളവിലാണ് മുളക് പൊടി ആവശ്യമായിട്ടുള്ളത്. സ്പൂൺ എന്ന് പറഞ്ഞാൽ 10 മില്ലിഗ്രാം അളവുണ്ട്. ഇനി മുളക് പൊടിയിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടിയുടെ അളവ് വളരെ തന്നെ കുറച്ച് മതിയാകും. ഇനി വേണ്ടത് നമുക്കിതിലേക്ക് 2 സ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടി കൂടി ചേർക്കണം. അതിനുശേഷം ഇതേ പൊടിയിലേക്ക് നല്ല വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം 2 കപ്പ് അളവിൽ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് മുളക് പൊടിയൊക്കെ നല്ലപോലെ വെന്ത് ഇതിന്റെ ആ ഒരു പൊള്ളൽ ചുവയൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ മുളക് പൊടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി മുളക് പൊടി ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് അരച്ചുകൂടെ വെക്കണം. ഇനി കഴുകിയെടുത്തിട്ടുള്ള ബീഫ് ഒരു കുക്കറിലേക്ക് മാറ്റാം. ബീഫ് കഴുകിയെടുക്കുമ്പോൾ അല്പം ഉപ്പോ വിനാഗിരിയോ ചേർത്ത് വേണം കഴുകിയെടുക്കാനായിട്ട്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ബീഫിന്റെ ആ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടുന്നതുമാണ്. ഇനി ഈ ബീഫിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടിയുടെ അളവ് വളരെ തന്നെ കുറച്ച് മതി. ബീഫ് വളരെ മയത്തിൽ വെന്ത് കിട്ടുന്നതിനായിട്ട് 1.5 സ്പൂൺ അളവില് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ മസാല 2 ടീസ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബീഫ് മയത്തിൽ വെന്ത് കിട്ടുന്നതിനായിട്ട് 2 സ്പൂൺ അളവില് വിനാഗിരിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ല മയത്തിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ബീഫില് അത്യാവശ്യം എല്ലുകളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് കൈ സൂക്ഷിച്ച് വേണോട്ടോ കുഴച്ചെടുക്കാനായിട്ടും. നമ്മുടെ കൈ ഉപയോഗിച്ച് ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കൈ ചൂടുകൊണ്ട് ബീഫ് ഒന്ന് സോഫ്റ്റ് ആകാനൊക്കെ സാധ്യത കൂടുതലാണ്. കൈ കൊണ്ട് തിരുമ്മി കുഴച്ചെടുത്ത് കറി തയ്യാറാക്കുമ്പോഴാണ് കറിക്ക് നല്ല സ്വാദ് കിട്ടുന്നത്. നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് ഇതേ രീതിയിലാണ് കറി തയ്യാറാക്കിയിരുന്നതും. അവര് കുക്കറിലിട്ടല്ല വെച്ചിട്ടുള്ളത്. ഞാനിപ്പോ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. അങ്ങനെ ഒരു 2 മിനിറ്റ് നേരമാണ് ഞാൻ ബീഫ് തിരുമ്മി കുഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതുപോലെ ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ മൂടിയിട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ ബീഫിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല. ബീഫിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടാകും. ആ ഒരു വെള്ളം കൊണ്ട് തന്നെ ബീഫ് വെന്തും കിട്ടുന്നതാണ്. ഇനി വേവിച്ചെടുക്കുന്നതിനായിട്ട് അടുപ്പിലേക്ക് മാറ്റാം. ഞാനൊരു കാര്യം പ്രത്യേകം പറയുവാണ്. ഈ ഒരു കുക്കർ മൂടിക്കഴിയുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വിസിലിട്ട് കൊടുക്കരുത്. നല്ലപോലെ പ്രഷർ വന്നതിന് ശേഷമായിരിക്കണം വെയിറ്റ് ഇട്ട് കൊടുക്കേണ്ടതും. എനിക്ക് ചെറിയൊരു അപകടം പറ്റിയിട്ടുള്ളതാണ്. ആ ഒരു ഓർമ്മ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളതും. ഇനി നമുക്ക് ഈ ബീഫ് ഒരു 6 വിസിൽ കൊണ്ടാണ് വേവിച്ചെടുക്കേണ്ടതും. ആദ്യ വിസില് ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് 6 വിസിൽ വെക്കേണ്ടതും. അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുക്കറിന്റെ എയറെല്ലാം പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് മൂടി തുറന്ന് നോക്കാം. 6 വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ ബീഫ് നല്ല പോലെ തന്നെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ബീഫിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത്യാവശ്യം വെള്ളത്തോടു കൂടി തന്നെയാണ് ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുള്ളതും. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ഗ്രേവി കൂടെ റെഡിയാക്കാം. ബീഫ് കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ചുവട് കട്ടിയുള്ള ഉരുളിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. നമ്മളിവിടെ നേരത്തെ കാണിച്ച ചേരുവകളെല്ലാം തന്നെയും കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉരുളി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഇനി വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില നല്ല പോലെ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ഇതുകൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളറിലേക്ക് ഒന്ന് ആയി കിട്ടണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടതും. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയാണ് ആദ്യമേ ചേർക്കേണ്ടത്. കൊച്ചുള്ളി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് സവാള ചേർക്കാം. സവാളയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കൊച്ചുള്ളിയും സവാളയൊക്കെ നല്ല മെറൂൺ കളറിലേക്ക് ആയി കിട്ടണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടതും. നമ്മൾ ഈ സവാളയൊക്കെ വഴറ്റുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ പോരായ്മ വരുവാണെങ്കിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിന്റെ സ്റ്റോക്ക് ഉപയോഗിച്ചും നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. വഴറ്റുന്ന സവാള പെട്ടെന്ന് തന്നെ വാടി കിട്ടുന്നതിനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഗ്രേവിയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടതും. 3 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ സവാള ഇതുപോലെയാണ് വഴണ്ടു വന്നിട്ടുള്ളത്. നമുക്ക് ഇത്രയും വഴണ്ടാൽ പോരാ, നല്ല മെറൂൺ കളറിലേക്കായി തന്നെ കിട്ടണം. അതിനായിട്ട് നമുക്കൊന്നുകൂടെ വഴറ്റിയെടുക്കാം. നമ്മളിപ്പോൾ സവാള വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സവാള ഇപ്പോൾ ഇതേ ഒരു കളറിലേക്കാണ് ആയി വന്നിട്ടുള്ളതും. ഇതേപോലെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കാം. മുളക് പൊടി അരച്ചെടുത്തപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളതും. ഇനി മുളക് പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. മുളക് പൊടിയൊക്കെ പൊരിയിച്ചെടുക്കുമ്പോൾ ഒരു തരി പോലും അടിയിലൊന്നും പിടിക്കാതെ വേണം മുരിയിച്ചെടുക്കാനായിട്ടും. അതിനായിട്ട് ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റിയും കൂട്ടി വെച്ചും വേണം നമുക്ക് വഴറ്റിയെടുക്കാനായിട്ടും. ഇതുപോലെയുള്ള ബീഫ് കറികളൊക്കെ ഇന്നത്തെ കാലത്ത് ആരും തന്നെ ഉണ്ടാക്കി കഴിക്കണമെന്നില്ല. കാരണം ഇതുപോലെ വഴറ്റിയെടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ വഴറ്റുന്ന മസാലയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ പോരായ്മ വന്നു. അതുകൊണ്ട് ബീഫിന്റെ സ്റ്റോക്ക് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. ഈ ഒരു ബീഫ് കറിയുടെ റെസിപ്പി എൻ്റെ അമ്മൂമ്മ ഉണ്ടാക്കാൻ പഠിപ്പിച്ചതാണ്. അവരൊക്കെ കറി തയ്യാറാക്കിയിരുന്നപ്പോൾ ഈ ഒരു മുളകെല്ലാം കല്ലിൽ വെച്ച് അരച്ചെടുത്തിട്ടാണ് ചെയ്തിരുന്നതും. അതും മൺചട്ടിയിലാണ് കറി തയ്യാറാക്കിയിരുന്നതും. ആ ഒരു സ്വാദ് കഴിച്ചവർക്ക് മാത്രമാണ് ഈ ഒരു കറിയുടെ സ്വാദും തിരിച്ചറിയാൻ സാധിക്കുന്നതും. ഈ ഒരു കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയുടെ അളവാണ് കൂടുതലായിട്ട് ചേരുക. മുളക് പൊടി കൂടുതൽ അളവിൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് കറിക്ക് കൂടുതൽ എരിവൊന്നും തന്നെ കാണില്ല. കാരണം നമ്മൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് കൂടുതൽ എടുത്തിട്ടുള്ളതും. അങ്ങനെ ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ മുളകൊക്കെ ഇതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതേ ഒരു പാകത്തിലേക്കാണ് നമുക്ക് ആയി കിട്ടേണ്ടതും. മുളകൊക്കെ മുരിഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ മസാലകളെല്ലാം തന്നെയും ചട്ടിയുടെ നടുഭാഗത്തേക്ക് ഉരുണ്ടുരുണ്ട് വരും. അങ്ങനെ വരുമ്പോഴാണ് മസാലകളെല്ലാം മുരിഞ്ഞു എന്നറിയുന്നതും. ഇനിയിപ്പോൾ നല്ലോണം മുരിഞ്ഞു വന്നിട്ടുള്ള മസാലയിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച നേന്ത്രക്കായ കട്ട് ചെയ്തതാണ് ചേർക്കേണ്ടത്. നേന്ത്രക്കായ കട്ട് ചെയ്തെടുക്കുമ്പോൾ അല്പം വലുതാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ടും. കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി വെള്ളത്തിൽ നിന്ന് ഊറ്റി ഈ ഒരു ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേവിയും കായ കഷ്ണങ്ങളും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. കായയൊക്കെ നല്ല പോലെ ഒന്ന് വാടി കിട്ടണം. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് കായ കഷ്ണങ്ങൾ വെന്തു കലങ്ങി പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ്. കഷ്ണങ്ങൾ 2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു സമയത്ത് കായ കഷ്ണങ്ങൾ ഈ ഒരു രീതിയിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. ഈ ഒരു പാകത്തിലായി വരുമ്പോഴാണ് നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതും. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലോണം ഇളക്കി കഴിഞ്ഞാൽ പിന്നെ കഷ്ണങ്ങൾ വെന്ത് വരാനായിട്ട് നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് കൊടുക്കുവാണ്. ഈ ഒരു സമയത്ത് കഷ്ണങ്ങളൊക്കെ നല്ല പോലെ ഒന്ന് തിളച്ച പരുവത്തിലാണ്. അടിയിൽ പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമുക്ക് കഷ്ണങ്ങൾ വേവിച്ചെടുക്കാനായിട്ടും. 2 മിനിറ്റ് നേരം മൂടി വെച്ച കഷ്ണങ്ങൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ ഗ്രേവി എല്ലാം നല്ല പോലെ കുറുകിയ പാകത്തിലാണ് ആയി വന്നിട്ടുള്ളത്. കായ കഷ്ണങ്ങൾ മുഴുവനും തന്നെ വെന്തും വന്നിട്ടുണ്ട്. ഇതേ പരുവത്തിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ബീഫ് കഷ്ണങ്ങൾ ചേർക്കാം. ബീഫ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ അതിലുള്ള വെള്ളം മുഴുവനും ഒന്ന് വറ്റിച്ചതിന് ശേഷമായിരിക്കണം ചേർക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ചാറ് ആവശ്യമാണെങ്കിൽ അങ്ങനെ തന്നെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയാണ് കറി തയ്യാറാക്കി എടുക്കുന്നതും. ഇപ്പോൾ ബീഫ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നല്ല പോലെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം. കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്താണ് വേവിച്ചെടുത്തിട്ടുള്ളത്. മസാലയിൽ ഇട്ട് കൊടുത്ത് കഷ്ണങ്ങൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു 2 മിനിറ്റ് നേരത്തേക്ക് കറി ഒന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കണം. ഇനി ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം വീണ്ടും മൂടി ഒന്ന് തുറന്നു നോക്കുവാണ്.
ഇപ്പോൾ നമ്മുടെ കറി ഇതുപോലെയാണ് ആയി വന്നിട്ടുള്ളത്. ഇനി ഇതെല്ലാം ചേർത്ത് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. നമ്മുടെ കറി ഒരു തരി പോലും അടിയിലൊന്നും തന്നെ പിടിക്കാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലൊരു തനി നാടൻ ബീഫ് കറി തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ആകെ കൂടെ ബുദ്ധിമുട്ടുള്ളത് സവാളയും മസാലയും വഴറ്റിയെടുക്കുന്ന താമസം മാത്രമാണ്. ബീഫ് കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മിനിറ്റ് നേരം മാത്രമേ തിളപ്പിച്ചെടുക്കാനും പാടുള്ളൂ. ഈ സമയത്ത് നമ്മുടെ കറി നല്ല തിക്ക് ഗ്രേവിയോടുകൂടി തന്നെയാണ് ഇവിടെ ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് കറിയുടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായ തനി നാടൻ ബീഫ് കറി ഇവിടെ റെഡിയാണ്. ഈ ഒരു ബീഫ് കറിയുടെ സ്വാദ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റാണ്. ഒരിക്കലുണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന അത്രയും സ്വാദുള്ള ഈ ഒരു കറി എല്ലാവർക്കും വളരെ തന്നെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു റെസിപ്പിയുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.